ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഒരു എൻട്രി ഇവിടെ ഏകദേശം റെഡി വരുന്നുണ്ട്. ഇതുവരെ എൻട്രി നടത്തിയില്ല. അവിടെ പൊസിഷൻസ് ഓർഡേഴ്സ് ഒക്കെ കാണാം. എല്ലാം കാലിയാണ്, സീറോ ആണ്. പുതിയൊരു എൻട്രി വരുന്നുണ്ട്, എടുക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. കോൾ ഓപ്ഷനിലാണ് എൻട്രി. ഇതിൻ്റെ ഏരിയ ഞാൻ കാണിച്ചു തരാം. എടുക്കാൻ പോകുന്ന ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ ലോ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു എൻട്രി എടുക്കാം. ഇവിടെ കറക്റ്റ് പ്രൈസ് പറയുകയാണെങ്കിൽ 25,200.45. അതിൽ ടാർഗറ്റ് ഡേ ഹൈയിൽ കൊണ്ടുവെക്കാം. SL ആസ് യൂഷ്വൽ 6 അല്ല, ഇതിൽ 6 പോയിൻ്റ്, ഇതിൽ 12 പോയിൻ്റ് ആയിരിക്കും. പ്രീമിയത്തിൽ 6 പോയിൻ്റ്, നിഫ്റ്റിയിൽ ഏകദേശം 12 പോയിൻ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഡബിൾ എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. അപ്പോൾ ടാർഗറ്റ് കറക്റ്റ് ഡേ ഹൈ എന്ന് പറയുമ്പോൾ റിസ്ക് റിവാർഡൊക്കെ നോക്കുമ്പോൾ വലിയ റിസ്ക് റിവാർഡൊന്നും കാണുന്നില്ല, ആകെ ചെറിയ രീതിയിലുള്ളൂ. പക്ഷേ നാളെ എക്സ്പയറി ഡേ ആയതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് മേലെ എൻ്റെ എടുത്തിട്ട് മേലേക്ക് പെട്ടെന്ന് കയറി പോവുകയാണെങ്കിൽ ടാർഗറ്റ് അടിക്കായിരിക്കും, 30 പോയിൻറ്റ്സ് കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കണം. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ആദ്യം അവിടെ ടാപ്പൊക്കെ ചെയ്യട്ടെ, എന്നിട്ട് എൻട്രി ഇട്ടിട്ട് എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ. സോ എല്ലാം റെഡിയാണ്. എൻട്രി ഏരിയ SL ടാർഗറ്റ് ഫുള്ള് സെറ്റാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട്. സോ എൻട്രി വരുന്ന സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ എൻട്രി എടുക്കാനുള്ള റീസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 5 മിനിറ്റിൽ നോക്കിയാൽ കുറച്ച് ലിക്വിഡിറ്റി ഏരിയ, ഈ ഒരു ഏരിയയിലൊക്കെ കുറച്ച് ലിക്വിഡിറ്റി ഏരിയസ് കാണാം. ഒന്ന്, ഇന്ന് ഓൾറെഡി മാർക്കറ്റ് അപ് ട്രെൻഡായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ അപ്പ് സൈഡിലെ അല്ല ഡൗൺ സൈഡിലുള്ള ഒരു ലിക്വിഡിറ്റി ഒന്ന് ടാപ്പ് ചെയ്ത് ഇവിടെ അങ്ങനെ ലിക്വിഡിറ്റി ഒക്കെ കളക്ട് ചെയ്തിട്ട് മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് മേലേക്ക് തന്നെ പോകാനായിരിക്കും ചാൻസ് കൂടുതൽ എന്നുള്ള രീതിയിലാണ് എൻട്രി എടുക്കുന്നത്. അതിൽ താഴെ ലിക്വിഡിറ്റി എടുത്തിട്ട് ഇതുവരെ എൻട്രി നിന്നില്ല. ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഈ ഒരു ഏരിയയിലാണ് ഇപ്പം എൻട്രി 1 മിനിറ്റിൽ പ്രോപ്പർ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഫോം ആയിട്ട് വന്നത്. അത് ലിക്വിഡിറ്റി ടാപ്പ്, ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ടാപ്പ് ആയിട്ട് കുത്തനെ കയറി വരെ ചെയ്തത്, എൻട്രി തരാതെ. സോ ഇനി എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. എൻട്രി വരുന്ന സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ മാർക്കറ്റ് നമ്മൾ എൻട്രീൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ടാപ്പ് ചെയ്താൽ നമുക്ക് എൻട്രി എടുക്കാം. 6 പോയിൻ്റ് SL, 30 പോയിൻ്റ് ടാർഗറ്റ് വെച്ചിട്ടാണ് എടുക്കുന്നത്. അവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻട്രി എടുത്തിട്ടുണ്ട് ഇവിടെ ഫ്ലാറ്റ് ട്രേഡിൽ. സോ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പോയി നോക്കി നോക്കാം. ഫ്ലാറ്റ് ട്രേഡിൽ ചെറിയൊരു പച്ചയിലാണ് ഇപ്പോൾ 25,200. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതാ 88.25 നമുക്ക് എൻട്രി വന്നത്. ടാർഗറ്റ് വന്ന് നോക്കുകയാണെങ്കിൽ 118.25, 108. ഓക്കെ, കറക്റ്റ് 30 പോയിൻറ്റ്സിൽ തന്നെയാണ് ടാർഗറ്റ് വന്നത്. SL നോക്കുകയാണെങ്കിൽ 82.25, 88. ഓക്കെ, കറക്റ്റ് 6 പോയിൻറ്റിലാണ് SL വന്നതും. സോ SLും ടാർഗറ്റ് രണ്ടും കറക്റ്റാണ്. 2 ഓർഡറും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫുള്ള് കറക്റ്റാണ്. ഇനി പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുത്താനൊന്നുമില്ല. ടാർഗറ്റും സെറ്റ് ചെയ്ത് SLും സെറ്റ് ചെയ്ത് ഇനി അതിൽ ഏതെങ്കിലും ഒന്ന് അടിക്കുമ്പോഴേ താഴേക്ക് വരികയാണല്ലോ. ഏതെങ്കിലും ഒന്ന് അടിക്കട്ടെ, എന്താ ഒന്നെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ SL. അതിൽ ഏതെങ്കിലും ഒന്ന് അടിക്കുമ്പോൾ മാത്രമേ നമ്മൾ അത് എക്സിറ്റ് അടിക്കുള്ളൂ. അതല്ലാണ്ടെങ്കിൽ ഡേ ഹൈ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എക്സിറ്റ് അടിക്കാം. ഇതിൽ നിഫ്റ്റിയിൽ 88.25. ഓക്കെ, 88.25 നമുക്ക് എൻട്രി ഇട്ട് കറക്റ്റ് ഈ പ്ലേസിൽ. അതിൽ SL 6 പോയിൻ്റാണ്, 6 പോയിൻ്റ് വരുമ്പോൾ 5.46 പൊടിക്ക് കൂടെ മേലേക്കാണ്. 5 പോയിൻറ്റ്, ഏകദേശം ഈ ഒരു റേഞ്ചിൽ 5.9 ഏകദേശം ഇവിടെയാണ് SL ഉള്ളത്. ഇനി ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ ടാർഗറ്റ് 30 പോയിൻറ്റ്സിലാണ്. 30 പോയിൻറ്റ്സ് പറയുമ്പം 20, 30. ഓക്കെ, ഈ ഒരു റേഞ്ചിലായിരിക്കും ടാർഗറ്റ് വരാം. ഡേ ഹൈ എടുക്കുമ്പോൾ 30 കിട്ടുമെന്നുള്ള കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് പെട്ടെന്നൊരു മൊമെൻറ്റ് വന്നാലൊക്കെ 30 കിട്ടുള്ളൂ. അതല്ലാണ്ടെങ്കിൽ ഡേ ഹൈയിൽ എത്ര പോയിൻ്റാണുള്ളത് അവിടെ എക്സിറ്റ് അടിക്കും. എനിക്ക് 10 ആണെങ്കിൽ 10, 20 ആണെങ്കിൽ 20, എത്ര ആണുള്ളതെന്ന് വെച്ചാൽ അതിൽ എക്സിറ്റ് അടിക്കും. അല്ല SL അടിക്കുകയാണെങ്കിൽ പിന്നെ അതിനെ പറ്റും ചിന്തിക്കാണ്ട. സോ എന്തായാലും ഇനി വെയിറ്റ് ചെയ്ത് നോക്കാം. ഒന്നെങ്കിൽ SL അല്ലെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ഡേ ഹൈ, ആ 3 കേസിലായിരിക്കും നമ്മൾ എക്സിറ്റ് അടിക്കാം. അത് ഏതാണോ വരുന്നത് എന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അതുവരെ ഫാസ്റ്റ് ഫോർവേഡ് അടിക്കാം. അത് ഫാസ്റ്റ് ഫോർവേഡ് അടിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ SL അടിച്ചിട്ടുണ്ട്. ഇവിടെ കാണാം 915 രൂപയാണ് നമുക്ക് ആ ട്രേഡിൽ ലോസ് വന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 12.46 എടുത്തിട്ട് 12.48 എക്സിറ്റ് ആയത്. 2 മിനിറ്റ് ഇന്നലെ ഇതേപോലെ തന്നെ 2 മിനിറ്റ് ഉണ്ടായിരുന്നുള്ള ട്രേഡ്, പക്ഷേ ടാർഗറ്റാണ്. പക്ഷേ അതിൽ രസം എന്താ വെച്ചാൽ ഇന്നലെ 2 മിനിറ്റ് കൊണ്ട് ടാർഗറ്റ് അടിച്ചപ്പോൾ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് 4,500 രൂപയാണ്. ഇന്ന് 2 മിനിറ്റ് കൊണ്ട് SL അടിച്ചപ്പോൾ നമുക്ക് വന്ന ലോസ് വെറും 915 രൂപയാണ്. അതായത് 1:5 റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ആണ് ഇങ്ങനെ വരുന്നത്. ചെറിയ SLും വലിയ ടാർഗറ്റും വെക്കുന്നതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമുക്ക് പ്രോഫിറ്റബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ഫസ്റ്റ് ട്രേഡാണ്. ഫസ്റ്റ് ട്രേഡ് SL അടിച്ച്. ഇനിയിപ്പോൾ പുതിയൊരു ട്രേഡ് നോക്കണമെന്നുണ്ടെങ്കിൽ പുതിയ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യണം. ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ
മാർക്കറ്റ് വീണ്ടും വീണ്ടും താഴേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും ഇനി പുതിയൊരു ട്രേഡ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇത് ഈ ഏരിയയിലേക്ക് എത്തണം, ഒന്നെങ്കിൽ ഇവിടെ എത്തണം, അതല്ലെങ്കിൽ കുറച്ചുകൂടെ താഴെ വന്നിട്ട് ഇവിടെ ഒരു പ്രോപ്പർ ലിക്വിഡിറ്റി ഉണ്ട്. അതിലേതെങ്കിലുമൊക്കെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇനി മേലേക്ക് അപ്പ് സൈഡിൽ ഒരു എൻട്രി ഉണ്ടാവുള്ളൂ. ഡൗൺ സൈഡിലേക്ക് ഇപ്പോൾ ഒരു എൻട്രി നോക്കണില്ല, കാരണം മാർക്കറ്റ് ഓവറോൾ നല്ല രീതിയിൽ ബുള്ളിഷായി മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. പുതിയ എൻട്രി വരികയാണെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ നേരത്തെ ആ ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് SL അടിച്ചതിന് ശേഷം ടാർഗറ്റിലേക്ക് പോയിട്ടുണ്ട്. ഇതിൽ നിഫ്റ്റിയിൽ ഏകദേശം 12 പോയിൻറ്റ് തൊട്ടടുത്ത് വരെ വന്ന് കയറിപ്പോയി ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് ടാർഗറ്റ് അടിച്ച്. പ്രീമിയത്തിൽ നോക്കുകയാണെങ്കിൽ 6 പോയിൻറ്റ് SL അടിച്ചു. 6 പോയിൻറ്റ് ഇവിടെ വന്ന് SL അടിച്ചതിന് ശേഷം വീണ്ടും കുറച്ചുകൂടെ താഴെ വന്നിട്ടാണ് മേലേക്ക് പോയി ടാർഗറ്റിലേക്ക് പോയത്. അതിൽ 30 പോയിൻറ്റ്സ് ആയില്ല. 30 പോയിൻറ്റ് നമ്മൾ ഇതിലടിച്ചിട്ടുണ്ടോ, നിഫ്റ്റിയിൽ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ SL അടിച്ചില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഒരു 10-15 പോയിൻ്റൊക്കെ ഏകദേശം നമുക്ക് കിട്ടിയ ഈ ഒരു ട്രേഡിൽ. സോ നല്ലൊരു ട്രേഡ് തന്നെയാണ് ഇനി നമുക്ക് SL അടിച്ചിട്ട് ടാർഗറ്റിലേക്ക് പോയത്. ഈ സിറ്റുവേഷൻസൊക്കെ മാർക്കറ്റിൽ കോമൺ ആയിട്ട് വരുന്ന സിറ്റുവേഷനാണ് SL അടിച്ച് ടാർഗറ്റിലേക്ക് പോകാന്നുള്ളത്. പക്ഷേ ഇത് ഇപ്പോൾ ഈ ഒരു ട്രേഡ് നമ്മളൊന്ന് ഡീറ്റെയിൽ അനലൈസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ട് വന്നിട്ട് നമ്മളെടുത്തൊരു പെർഫെക്റ്റ് ട്രേഡാണ്. അതായത് ഓവറോൾ ബുള്ളിഷ് ട്രെൻഡാണ്. ഇന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ മേലേക്ക് കയറി കൊണ്ടിരിക്കുകയാണ്. അത് അതിൻ്റെ മുന്നേ ഒറ്റ മിനിറ്റ്, ഇന്നിപ്പം ഇനിയിപ്പോൾ അടുത്തൊരു എൻട്രി നോക്കണമെന്നുണ്ടെങ്കിൽ ഏരിയ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഒന്നെങ്കിൽ മാർക്കറ്റ് താഴെ വന്നിട്ട് താഴെ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യണം. കുറച്ച് ലിക്വിഡിറ്റി ഏരിയാസ് ഉണ്ട്, അത് അതിലേതെങ്കിലും ഒക്കെ ടാപ്പ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ മേലെ പോയിട്ട് ഏതെങ്കിലും ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്താൽ താഴേക്ക് എൻട്രി നോക്കാം. അത് അഗെയിൻസ്റ്റ് ട്രെൻഡ് ആയിരിക്കും, എന്നാലും കുഴപ്പമില്ല. നല്ല പ്രോബബിലിറ്റി ഉള്ള മേലുള്ള ലെവൽസ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നോക്കി വെക്കാം. ഇപ്പോൾ ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹെവി ബുള്ളിഷ് മാർക്കറ്റാണ്. ഇവിടെയൊക്കെ ഒരു ചെറിയ ലെവലുണ്ട്, അത് ടാപ്പ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ താഴേക്ക് എൻട്രി നോക്കാം. നല്ലൊരു ലെവലാണ്. ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് ജസ്റ്റ് 30 പോയിൻറ്റ്സ് എല്ലാം നമ്മൾ വെക്കുന്നുള്ളൂ. ആ രീതിയിലാണ് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ ടൈമിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ വെച്ചാൽ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് വന്നൊരു ട്രേഡാണ്. എല്ലാ കാര്യങ്ങളും നോക്കി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തെടുത്ത ട്രേഡാണ്. ഓവറോൾ ബുള്ളിഷ് ട്രെൻഡാണ്. എൻ്റെ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് വന്ന ട്രേഡാണ്. ഞാൻ ട്രെൻഡിനനുസരിച്ചിട്ട് കോൾ ഓപ്ഷൻ തന്നെയാണ് എടുത്തത്. അതും ലിക്വിഡിറ്റി ഏരിയ താഴെ വന്ന് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തപ്പോഴാണ് ഞാൻ മേലേക്ക് എടുത്തത്. മീൻസ് മേലേക്ക് ബ്രേക്കൗട്ട് നടക്കുന്ന സമയത്തൊന്നും എടുത്ത ട്രേഡല്ല. താഴെ വന്ന് താഴത്തെ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തപ്പോൾ ആ ടിപ്പിൽ നിന്ന് തന്നെ എടുത്ത ഒരു എൻട്രിയാണ്. അത്രയും ടിപ്പിൽ നിന്ന് അത്രയും ബുള്ളിഷ് ആയിട്ടുള്ള മാർക്കറ്റിൽ കോൾ ഓപ്ഷനിൽ എൻട്രി എടുത്ത് എല്ലാ കാര്യങ്ങളും ഓക്കെ എടുത്തിട്ട് പോലും ഇന്ന് എനിക്ക് SL ആണ്. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് പിന്നെ എന്തിനാ ഇപ്പോൾ സ്ട്രാറ്റജി ഫോളോ ചെയ്യണം? ഇത്രയും നല്ല മാർക്കറ്റിൽ ഇങ്ങനത്തെ ഒരു എൻട്രി പോലും ടാർഗറ്റ് അടിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ ട്രേഡിങ്ങിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ കഴിയും എന്നുള്ള ചിന്തയൊക്കെ വരും. ഇങ്ങനത്തെ ഒരു ട്രേഡ് വരുന്ന അത് പിന്നത്തെ മേലേക്ക് കയറി പോയിക്കൊണ്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചിന്ത ഇങ്ങനെ നമ്മുടെ മൈൻഡിൽ കൂടി വരും. വല്ലാതെ നമ്മുടെ മനസ്സിനെ അലട്ടും. അത് ഒരു 3-4 SL അടിച്ചിട്ടൊക്കെയാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അങ്ങനത്തെ ഒരു ട്രേഡൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് നമ്മൾ തളർന്നു. അപ്പോൾ അങ്ങനെയുള്ള ടൈമിലാണ് നമ്മൾ പതറി പോവാതെ പിടിച്ചിരിക്കേണ്ടത്. അതായത് ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ഇനിയിപ്പോൾ ഇതിൽ സംഭവിക്കുക എന്താ വെച്ചാൽ അടുത്തൊരു ട്രേഡ് വരുമ്പോൾ ഇങ്ങനത്തെ എല്ലാ കണ്ടീഷൻസും ഓക്കെ ആയിട്ട് നല്ലൊരു പുതിയൊരു ട്രേഡ് വരുന്ന സമയത്ത് നമ്മളെ മനസ്സിലേക്ക് വരും ഇതിൻ്റെ മുന്നേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് എനിക്ക് എന്താ ഉണ്ടായത്, SL ആണ് അടിച്ചത്. അതായത് എല്ലാ കണ്ടീഷനും ഓക്കെ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു ട്രേഡിൻ്റെ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് എടുത്തപ്പോൾ എനിക്ക് SL ആണ് ഉണ്ടായത്. അങ്ങനെ SL അടിച്ചത് സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു എല്ലാ കണ്ടീഷനും ഓക്കെ ആയി വരുന്ന ഒരു ട്രേഡ് ഞാൻ എടുക്കണോ, അങ്ങനത്തെ ഒരു ചിന്തയായിരിക്കും നമുക്ക് വരാം. എന്നിട്ട് ചിലപ്പോൾ നമ്മൾ ആ ട്രേഡ് എടുക്കില്ല, നമ്മൾ പേടിച്ചിരിക്കും. ആ സമയത്ത് അതായിരിക്കും ചിലപ്പോൾ ടാർഗറ്റ് അടിക്കാം. ഇന്നലെ ടാർഗറ്റ് അടിച്ച പോലെ ചിലപ്പോൾ അതായിരിക്കും ടാർഗറ്റ് അടിക്കേണ്ടി വരിക. അത് നമ്മൾ എടുത്തില്ലെങ്കിൽ അത് നമുക്ക് മിസ്സായി പോകും. അപ്പോൾ അത് പിന്നെയും ഭയങ്കര ഇമോഷൻസിലേക്ക് പോകും. ഇത് നല്ലൊരു ട്രേഡാണ്, ഇനി അത് എടുക്കാനുള്ള ചിന്തയാവും പിന്നെ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ഇതാണ് ശരിക്കും ട്രേഡിങ്ങിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ട കാര്യം. അല്ലാതെ സ്ട്രാറ്റജി ഇതാക്കാനോ മറ്റേതാക്കാനോ അതൊന്നുമല്ല. ഈ സംഭവമാണ് ട്രേഡിങ്ങിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. എങ്ങനത്തെ സിറ്റുവേഷൻ വന്നാൽ പല സിറ്റുവേഷൻസ് വരും ട്രേഡിങ്ങിൽ. ഇതിപ്പോൾ ഒരു സിറ്റുവേഷനാണ് SL ടിപ്പിലടിച്ചിട്ട് പോകുന്നത്, അതേപോലെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് മിസ്സായി വരുന്നത്, അങ്ങനത്തെ പല സിറ്റുവേഷനുണ്ടാകും. അതിലൊക്കെയാണ് നമ്മൾ ഇമോഷൻസ് വല്ലാണ്ട് ആക്ടിവേറ്റ് ആയി പോവുക. അപ്പോൾ ആ കണ്ടീഷൻസിലൊക്കെ നല്ല എന്താ പറയുക ഭയങ്കര മെൻ്റൽ സ്ട്രെങ്ത്തും ഭയങ്കര വിൽ പവറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇത് പെട്ടെന്നൊന്നും കിട്ടുമല്ലോ. സംഭവം കുറച്ച് ടൈം എടുക്കും. ട്രേഡിങ് തുടങ്ങി ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ പഠിച്ച് 2 ദിവസം ട്രേഡ് ചെയ്ത് 3-ാമത്തെ ദിവസം തൊട്ട് ഇമോഷൻ സെറ്റായി ഒന്നും ട്രേഡ് ചെയ്യാൻ കഴിയില്ല. ചിലർക്ക് കുറച്ച് മാസങ്ങളൊക്കെ എടുക്കുകയും ചിലർക്ക് കുറച്ച് കൊല്ലങ്ങളൊക്കെ എടുക്കുകയും അങ്ങനെയൊക്കെ ഇത് റെഡിയായി വരുള്ളൂ. പക്ഷെ അങ്ങനെ റെഡിയായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുൾ കൂളായിരിക്കും. എങ്ങനെ SL അടിച്ച് ടാർഗറ്റിലെ പോയാലും SL ടിപ്പിലടിച്ചിട്ട് ഹ്യൂജ് പ്രോഫിറ്റ് ഇട്ടിട്ട് ട്രേഡ് ആയിരുന്നെങ്കിലും
അങ്ങനെ എന്തായാലും നമുക്ക് കൂളായിട്ടിരിക്കാൻ പറ്റും. കാരണം നമുക്കറിയാം ഇത് ഇങ്ങനെയല്ല നമുക്ക് പ്രോഫിറ്റ് വരിക, ഇങ്ങനെ കുറേ SL വരും, അതിൻ്റെ പുറമെ ഇടയ്ക്കൊക്കെ ടാർഗറ്റ് വരും. ആ ടാർഗറ്റിൽ നമ്മളെ ലോസൊക്കെ കവർ ചെയ്തിട്ട് നമുക്ക് ഓവറോൾ പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റും. ആ സംഭവങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് തന്നെ പഠിച്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സോ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കിടപ്പ്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്തെടുക്കാമെന്ന് ശ്രമിക്കുക എല്ലാവരും. ഈ മെൻ്റൽ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ എന്താ പറയുക ഇമോഷൻ കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നോക്കാം. സ്ട്രാറ്റജി ഇടയ്ക്കിടയ്ക്ക് മാറ്റിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. സോ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇനിയിപ്പം പുതിയ എൻട്രി വരികയാണെങ്കിൽ ഞാൻ പറയാം. നോക്കട്ടെ, സമയം 1:15 ഇനി എന്തായാലും പുതിയ എൻട്രി വരുമെന്ന് തോന്നുന്നില്ല. കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം, കിട്ടിയില്ലെങ്കിൽ അതും പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ മാർക്കറ്റൊക്കെ ഇവിടെ ക്ലോസായി. സമയം ഏകദേശം 4 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അതിൽ ഇന്നത്തെ ട്രേഡിൻ്റെ നോക്കുകയാണെങ്കിൽ വേറെ ട്രേഡും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി രാവിലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ഒരു ട്രേഡ് മാത്രമേ ഉള്ളൂ. 915 രൂപ നമുക്ക് ലോസ് വന്നൊരു ട്രേഡ്. അതിൻ്റെ ഓർഡറിൽ പോയി നോക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസ് 2 മിനിറ്റ് ഉണ്ടായി. ഇന്നലത്തെ അതേപോലെ തന്നെയാണ്. ഇന്നലെ ആകെ 2 മിനിറ്റ് ഉണ്ടായിരുന്ന ട്രേഡ്. പക്ഷേ ഇന്നലെ ടാർഗറ്റ് ആണെങ്കിൽ ഇന്ന് 2 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് നമുക്ക് SL ആണ്. പക്ഷേ അതിൽ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇന്നലെ ടാർഗറ്റ് അടിച്ചപ്പോൾ 4500 നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത്, 4.5% ആണ്. ഇന്ന് SL അടിച്ചപ്പം 915 രൂപ നമുക്ക് ലോസ് വന്നുള്ളൂ. അതായത് 1:5. ഒന്ന് പോവുകയും ചെയ്ത് കിട്ടിയത് നമുക്ക് 5 ആണ്. സോ അത്രയാണ് ഇന്നത്തെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പം നാളത്തെ ലെവൽസും കാര്യങ്ങളൊന്നും പറയില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. അത്യാവശ്യം പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് നേരത്തെ ഉച്ചയ്ക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ, ട്രേഡിങ്ങിൻ്റെ ഇമോഷൻ കൺട്രോളിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ. സോ അതൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.